സംസ്ഥാനത്ത് അതിശക്തമായ വേനൽ ചൂട് തുടരുകയാണ്. തിരുവനന്തപുരം, വയനാട്, ഇടുക്കി, മലപ്പുറം ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് തുടരുന്നു. വിവിധ ജില്ലകളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി. കൊല്ലം ജില്ലയിലെ പുനലൂരിലും സമാനമായ ചൂട് തുടരുകയാണ്. സ്വാന്തന സാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാന്തന, ഈ ചൂടിന് എന്ന് ശമനം ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്? ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ വലിയ ചൂട് തന്നെയാണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരിയ മഴയൊക്കെ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ചൂടിന് ഒരാശ്വാസം വരുന്ന മഴയല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും 12 ജില്ലകളിൽ ഈ താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ 10 ജില്ലകളിൽ മാത്രമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, ഇടുക്കി, വയനാട്, അതുപോലെ തന്നെ മലപ്പുറം, ഈ 4 ജില്ലകളിൽ നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ബാക്കി 10 ജില്ലകളിലാണ് നിലവിൽ താപനിലയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുള്ളത്. അതിൽ കൊല്ലം, പാലക്കാട് ജില്ലയിലൊക്കെ തന്നെയും സാധാരണയേക്കാൾ ഏതാണ്ട് 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില നിലവിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ താപനില 40-ന് മുകളിലേക്ക് പോയിരുന്നു. നിലവിൽ എന്തായാലും 38 ഡിഗ്രിയാണ് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കൊല്ലത്തും സമാനമായ രീതിയിൽ ഏതാണ്ട് 40-നോടടുത്ത് തന്നെ താപനില രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ചൂട് രേഖപ്പെടുത്തുന്ന ചൂട് 38, 39 ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് കുറച്ചുകൂടി ഉയർന്ന നിലയിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 38 ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചൂട് സംസ്ഥാനത്ത് ഉടനീളം രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചെറിയ രീതിയിലുള്ള മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പൊക്കെ തന്നെയും വരുന്നുണ്ടെങ്കിലും അത് ഈ ചൂടിനെ കുറയ്ക്കാൻ തക്ക മഴയല്ല എന്നുള്ളതാണ്. എന്തായാലും രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് വെയിലേൽക്കാതിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി എന്തായാലും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഒക്കെയും വ്യക്തമാക്കും.